ഹായ്. ഇന്ന് നല്ലൊരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. പഴംപൊരി എന്ന് പറഞ്ഞിട്ട് ഇതെന്തെന്നാ ഇതുമാതിരി സാധനം വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ആന്ന്, ഇത് പഴംപൊരി തന്നെയാണ്. ഇത് രാഗീനൊക്കെ ഒന്നും ഉണ്ടാക്കിനി, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പിന്നെ ഇങ്ങനത്തെ ഷേപ്പും. റാഗീനെ കൊണ്ട് ഉണ്ടാക്കിനി വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ പഴംപൊരി ഇല്ലേ, അതിനെ കടത്തി വെട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ ഒരു ലുക്കില്ലാന്നേ ഇല്ലയോ, ടേസ്റ്റിൽ വലിയ ആളാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, തീരെ എണ്ണയും കുടിച്ചിട്ടില്ല. റാഗിൻ്റെ ഒരു പ്രത്യേകതയാണ്, റാഗി തീരെ എണ്ണ കുടിക്കില്ല. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml ഒരു കപ്പിൽ റാഗിപ്പൊടി എടുത്തിന്. റാഗിപ്പൊടി ഇത് അങ്കൻവാടിയിൽ നിന്ന് കിട്ടിയ റാഗിപ്പൊടിയാണ്. എനിക്ക് ആമി കാച്ചിയാലൊന്നും കുടിക്കൂല, അതുകൊണ്ട് ഇങ്ങനത്തെ തക്കിട തരികിട പരിപാടിയെല്ലാം ഉണ്ടാക്കിയാലേ കഴിക്കൂലൂ. അതേ അളവിൽ 250 ml അതേ കപ്പിൽ കുറച്ച് അരിപ്പൊടിയും എടുത്തിട്ട് ബോണിയിലിട്ടിനി. ഇനി നമുക്ക് ഒരു കാപ്പോരം പഞ്ചസാരയാണ് എടുത്തിന്, ഇതും കൂടി അതിൽ ഇട്ട് കൊടുക്കാം. ഇത്രയും പഞ്ചസാര എടുത്തിട്ട് തന്നെ എനിക്ക് നല്ല മധുരം ഉണ്ടായിന് കേട്ടോ പഴംപൊരിയിൽ. പിന്നെ സ്പൂണോളം ഉപ്പ് ഇട്ടിന്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിന്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്നും വലിയ കാര്യമില്ല, റാഗിപ്പൊടീൻ്റെ കളറേ ഉണ്ടാവും. എന്നാലും നമ്മൾ ചേരുവകളല്ലാതെ മറ്റേ പഴംപൊരീൻ്റെ ഒരു ഓർമ്മയിൽ ഇട്ടതാണ്. ഇട്ടതിനെ കൊണ്ടൊരു ചൊയമാറ്റമൊന്നുമില്ല കേട്ടോ. നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. 250 ml കപ്പിൽ തന്നെയാണ് ഒഴിച്ചിന്. എന്നിട്ട് ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്തിന്. ആ പഞ്ചസാര ഉപ്പ് മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചിന്. അല്ലെങ്കിൽ ഈ സ്പൂണല്ലേ ഇപ്പം ഉണ്ടായിനി. നമുക്ക് ആയുധം കൈ തന്നെയാണല്ലേ. എന്നിട്ട് ഇത്രയും ഈ ഒരു വെള്ളം പോരാഞ്ഞേ, എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിന്. ഒരു കാക്കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. അന്നേരം കുറച്ച് വെള്ളം അധികമായി പോയിനെ. എന്നിട്ട് കുറച്ചും കൂടെ നമ്മൾ റാഗിപ്പൊടി ഇട്ട് കൊടുത്തിന്. എന്നിട്ട് കുഴച്ചെടുത്തിന്. നല്ലോണം ആ പഞ്ചസാരയെല്ലാം അലിയാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം കുഴച്ചെടുത്തിനെ. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ മധുരമുണ്ടോ എന്നെല്ലാം ടെസ്റ്റ് ചെയ്യണം. എനിക്കെല്ലാം പാകമായിരുന്നേ, പാകത്തിനാണ് ഉണ്ടായിനി. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ആ റാഗി ഉണ്ടല്ലോ, വെള്ളം നനയുമ്പോൾ ഇങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കും. ആ കട്ടയെല്ലാം ഉടച്ചിട്ട് ശരിയായ മാവായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ ഞാൻ ആക്കിയെടുത്തിന് കേട്ടാ. എന്നിട്ട് ഇത് ഞാൻ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിനെ. ഒന്ന് പൊന്തി വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈസ്റ്റോ അപ്പക്കാരോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. എന്നാലും നമ്മൾ കൂട്ടാക്കി വെച്ച പാടുണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ അതെല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിലേക്ക് ഞാൻ 4 വലിയ നേന്ത്രപ്പഴം എടുത്തിനെ. ഇതിങ്ങനെ മൂടന്നെയൊന്നും ഞാൻ ഇടൂല കേട്ടോ, ഇത്ര നീളത്തിൽ ഇടൂല. ഈ ഒരു പഴം ഞാൻ നടുവേ മുറിച്ച് 2 ആക്കിയിട്ടേ ഇടൂലേ. എണ്ണ ചൂടാവാൻ വെച്ചിനെ. എന്നിട്ട് അതിലേക്ക് ഒരു തുള്ളി ഇട്ട് നോക്കൂ മാവ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടായിനിന്നാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെക്കേണ്ടത്. തീ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാണ് വേണ്ട കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പഴമില്ലേ, അത് ആ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം. ഒരു 3 എണ്ണല്ലേ ഞാനൊരു ട്രിപ്പിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. 1.5 പാടെ ഇട്ടാൽ അത് വെന്ത് കിട്ടൂല. ആ മൈദേൻ്റെ അതേ വേവ് തന്നെയാണ് ഈ റാഗി കൂട്ടിനും ഉള്ളത് കേട്ടോ. കുറച്ചധികം നേരം വേവണമെന്നോ ഒന്നുമില്ല. ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് വരികയും ചെയ്യും. 3 എണ്ണ ഞാൻ ഇട്ടിട്ടില്ലേ. എണ്ണ നല്ലോണം ചൂടായി കൊണ്ടാണ് ഇങ്ങനെ തിളച്ച് വരുന്നത്. എണ്ണ ചൂടായിട്ടാകുമ്പോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പഴംപൊരി ഇങ്ങനെ പൊരിഞ്ഞ് വരുവോ ഇല്ല, എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാക്കിയാൽ എണ്ണ കുടിക്കില്ല. എനിക്ക് പൊതുവേ റാഗിനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും എണ്ണ കുടിക്കലില്ല. ഇത് അടിഭാഗം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. ഇനി നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ, ഇല്ലെങ്കിൽ തണുത്തിട്ടായാലും മതി.
ഇനി ഈ സൈഡൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കോരി മാറ്റാം. വേഗം ആവും കേട്ടോ, മൈദയിൽ ഉണ്ടാക്കുന്ന അത്ര ആ ഒരു വേവേ വേണ്ടു. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റേ, 2 സൈഡും വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണ തോരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതേപോലെ ഞാൻ അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ആ മാവിൽ മുക്കി എന്നിട്ട് എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. ഇതിനെക്കൊണ്ട് വേറെ എന്തുണ്ടാക്കിയാലും മക്കൾ കഴിക്കൂലേ. കുറുക്ക് കാച്ചി കൊടുത്താലോ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ അങ്ങനെയൊന്നും കഴിക്കൂല. പഴംപൊരി, പൂരി, അങ്ങനത്തെ എണ്ണയിലിട്ട ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഈവനിങ് സ്നാക്സ് എല്ലാമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. റാഗി ഹെൽത്തിന് നല്ലതുമല്ലേ. റാഗിയും അരിപ്പൊടിയും ആയതുകൊണ്ട് രണ്ടും ഹെൽത്തിന് നല്ലതല്ലേ. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്കും നല്ലതാണ്. സ്കൂള് വിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേനും ഇതേപോലെ ഞാൻ എല്ലാ സൈഡും തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്തിട്ട് എല്ലാ പഴംപൊരിയും ഉണ്ടാക്കിയെടുത്തില്ലേ. എല്ലാം ഒരു ട്രിപ്പിൽ ഒരു 3 4 മാക്സിമം 4 മാത്രമേ ഇടാൻ പാടില്ലേ. അല്ലെങ്കിൽ എല്ലാം ഒന്നരപ്പാടെ ഇട്ടാലുണ്ടല്ലോ വെന്ത് വരില്ല. അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ കിട്ടീനി. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ.